ഒന്നും രണ്ടും അല്ല, കുറേ സ്ഥലങ്ങളിൽ ഇടിഞ്ഞതാണ് ആശങ്കകൾ. അത് 100% പണി തീർന്നിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ സാന്ദ്രത കൂടിയ കേരളത്തിന്റെ കാലപ്പഴക്കമുള്ള യാത്രായാതനയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാണ് ദേശീയപാതയെന്ന് ഏതെങ്കിലുമൊക്കെ വിശാലമായ സ്ട്രെച്ചുകളിൽ വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലായതാണ്. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്, സത്യമാണ്. പക്ഷേ പെറ്റി രാഷ്ട്രീയമില്ല, ധന്യമാവേണ്ട ഒരു ഉദ്ഘാടന പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഒഴിവാക്കി. അതിൽ സ്വാഭാവിക പ്രതിഷേധം, സർക്കാർ ബഹിഷ്കരണം. ഉദ്ഘാടനം നിറമങ്ങിയ ഒരു ഇലക്ഷൻ കാല രാഷ്ട്രീയ പരിപാടിയായ ദിവസമാണ്. പൊളിറ്റിക്കൽ പൊളൈറ്റിക്ക് രാഷ്ട്രീയാന്തസ്സിന് ചേരാത്ത പണി അങ്ങേറ്റം മോശമാണ്. മുഖ്യമന്ത്രി ഉണ്ടെന്നും അദ്ദേഹത്തിന് മരുമകനെ കൂടി വിളിക്കേണ്ട കാര്യമില്ലെന്നും കഴമ്പില്ലാതെന്ന് പറയലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അസംബന്ധ വർത്താനം. ആ മുഖ്യമന്ത്രി മരുമോനും ഒക്കെ വീട്ടിലൊരു മരുമോനെ വിളിക്കേണ്ടെന്നേ. വിളിക്കാൻ പോയത് RCയുടെ വീട്ടുപാലുകാച്ചലല്ല, ഇല്ലാതായി പോയൊരു പദ്ധതിക്ക് ജീവശ്വാസം കൊടുത്ത് 16,000 കോടി രൂപ സ്വന്തം എക്സ്ചക്കറിൽ നിന്ന് കൊടുത്തൊരു സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം. ഇല്ലെങ്കിൽ ആ പ്രോട്ടോകോൾ പൊളിറ്റിക്കൽ പ്രോട്ടോകോളാണ്. ദേശീയപാതയ്ക്ക് അങ്ങേയറ്റം കഷ്ടപ്പെട്ടവൻ കഠിനാധ്വാനം ചെയ്ത ഒരുത്തിനെ ചവിട്ടി പുറത്താക്കി. അതുമായി ഏതെങ്കിലും ബന്ധം, ഒരു പുലബന്ധം പോലും ഇല്ലാത്ത BJP അധ്യക്ഷൻ ആ ഒഫീഷ്യൽ പരിപാടിയിൽ വിരിഞ്ഞിരിപ്പാണെങ്കിൽ വിളിക്കണം. ഇലക്ഷൻ കാല ഷോ ഫുളുപ്പില്ലാത്ത രാഷ്ട്രീയം. ഏതോ തേങ്ങ മാങ്ങ ആമക്കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മൂലക്കാക്കിയവർക്ക് ഇന്ന് എയിംസ് വിഷയത്തിൽ കണക്കിൽ പ്രഹരിക്കുന്ന ഒരു കോടതി. ആ വിഷയത്തിൽ ഒരു മറ്റേ മോൻ എന്ന വെടലവർത്താനം പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മരുമോൻ ഏതാ? എട്ടും പൊട്ടും അറിയാത്ത ഈ കുട്ടികളുടെ ഈ കാലത്ത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡർ, പഠിക്കാൻ സമർത്ഥർ, SFI കൊടിയും പിടിച്ച് സമരത്തിനിറങ്ങിയ മെലിഞ്ഞു നീണ്ട വിദ്യാർത്ഥിയെ പറ്റിയാണോ? സ്കൂളിലെ രാഷ്ട്രീയ ബോധ്യം, SFI, DYFI, CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന് വേണ്ട, അടിത്തട്ടിൽ രാപ്പകൽ നോക്കാതെ കഷ്ടപ്പെട്ടവനാണ്. ജനത്തിന്റെ വേദന അറിഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. ഏതെങ്കിലും അമ്മായിയപ്പന് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി അസംഖ്യം സമരങ്ങൾ, പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ, ചീറ്റിയ ചോരയിൽ നൂറ്റുകണക്കിന് ദിവസങ്ങളെ ജയിൽവാസങ്ങൾ. ജനായത്ത വഴിയിൽ നേതാവായ രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം പറഞ്ഞ് എതിർക്ക്. അല്ലാതെ മരുമോനെന്നൊക്കെ അരാഷ്ട്രീയം അശ്ലീലം അധിക്ഷേപിക്കാൻ ആ കേന്ദ്രം നൂലിൽ കെട്ടിയിറക്കിയ അടിത്തട്ട് രാഷ്ട്രീയം അറിയാത്തൊരു ശതകോടീശ്വരൻ കോർപ്പറേറ്റ് CEO അധ്യക്ഷൻ രാഷ്ട്രീയമായി തൽക്കാലം വളർന്നിട്ടില്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ഈ ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ ഇരുന്നത് കൊണ്ട് വേറൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. പ്രകാശ് മാസ്റ്റർ, ഡോക്ടർ ജിൻഡോ ജോൺ, VS ജിതിൻദേവ് എന്നിവർ ചർച്ചയിൽ. VS ജിതിൻദേവ്, ഇവിടെ ദേശീയപാത ഒരു കേന്ദ്ര പദ്ധതി മാത്രമല്ല, സംസ്ഥാനം 5587 കോടി രൂപ എന്റെയും താങ്കളുടെയും ഒക്കെ നികുതി പണം സംസ്ഥാനം കൂടി മുടക്കിയ ഒരു സംയുക്ത പദ്ധതിയാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി വേണ്ട എന്നത് ആരുടെ തീരുമാനമാണ്? ആ തീരുമാനം എന്തുകൊണ്ടാണ്? അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശതകോടീശ്വരനായത് അഴിമതി നടത്തിയിട്ടൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ കൗതുകനാവ് കട്ടുപിടിച്ചിട്ടൊന്നുമല്ല ശതകോടീശ്വരനായത്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഹാഷ്മി പറയുമ്പോൾ കുറച്ചുകൂടി മാന്യത ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പേഴ്സണൽ ബ്ലെയിമിങ് ഒഴിവാക്കി പോകുന്നതാണ്. ശതകോടീശ്വരനായ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ശതകോടീശ്വരനായ കോർപ്പറേറ്റ് എന്തർത്ഥത്തിലാണ് അവിടെ കയറി ഇരുന്നത് എന്ന് ചോദിക്കുന്നത് കുറ്റം പറച്ചിൽ തന്നെയാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്. ഇന്ന് ആ വേദിയിലിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള രാജീവ് ചന്ദ്രശേഖറാണെന്ന് ഞാൻ പറയും വ്യക്തിപരമായി. എന്താണെന്നറിയാമോ? കാരണം ഇന്ന് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാതയും മറ്റു വിഷയങ്ങളും, പില്ലർ ഹൈവേയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ സമീപിക്കുകയും ആ പ്രതീക്ഷയ്ക്ക് ഫലം കാണുകയും ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുണ്ടാ. 2022 DPR ഉണ്ടാക്കിയ സമയത്ത് പോയിരുന്ന് കളക്ടറേറ്റിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയ ജനപ്രതിനിധികൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇന്ന് ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന അദ്ദേഹത്തിന് അതിന്റെ തിരിക്കാനുള്ള പൂർണ്ണ യോഗ്യതയുണ്ട്. ഇനി ചോദിച്ച ചോദ്യം അല്ല ശ്രീ VS, ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് CEO ആയ ശതകോടീശ്വരനായ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന് ഉടമയായ ഒരാൾ ആ പരിപാടിയിൽ പോയി ഇരുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ അടിത്തട്ട് രാഷ്ട്രീയം നടത്തി വളർന്നു വന്ന കേരളത്തിന്റെ മന്ത്രിയായ ഒരാളെ മരുമോൻ എന്ന അങ്ങേയറ്റം വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖരൻ അടിത്തട്ടിൽ രാഷ്ട്രീയം വളർന്നിട്ടില്ലെന്നേ. ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഹാഷ്മി. അഭിമാനത്തോടെ കേരളത്തിലെ BJP പ്രവർത്തനം നെഞ്ചിലേറ്റി കൊണ്ട് കിടക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ നെഞ്ചിലേറ്റിക്കോ? പക്ഷേ കേരളത്തിലെ മന്ത്രി അങ്ങനെ അധിക്ഷേപിക്കണ്ടെന്നേ. അതെ, രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങൾ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങൊരു വോയിസ് കൂടെ കേട്ടോ. എന്നാ കേൾപ്പിക്കാം. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. അതുകൊണ്ട് കേട്ടല്ലോ.
അല്ല, അതുകൊണ്ട് എന്താണ്? ആ മുതൽ ഇക്ഷ വരെ അതുകൊണ്ട് ഒരു മനുഷ്യൻ 8ാം ക്ലാസ് മുതൽ ഇപ്പോ എന്താണ് നടത്തിയ രാഷ്ട്രീയം റദ്ദായി കളയാണോ? വൃത്തിയോട് പറയാണോ നിങ്ങൾ? എന്റെ പൊന്ന് സഹോദരൻ, ഇത് രാഷ്ട്രീയം, ഇത് പറ. സഹോദരൻ പറയട്ടെ സഹോദരൻ, ഇത് മര്യാദയുള്ള രാഷ്ട്രീയം, ഇതല്ലേ പറയേണ്ടത്? നാക്കേക്കർ പിടിക്കാതെ ഹാഷ്മി, ആ മുതൽ ഇക്ഷ വരെ ദേശീയപാത നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഇവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. 23 ഗ്രാമീൺ സടക്ക് യോജന റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതൊക്കെ വിവിധ എംപിമാരുടെ പ്രപ്പോസലാണ്. ഈ എംപിമാരെല്ലാം വേദിയിലുണ്ടോ? വേണ്ട. ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അവിടെ പറയുകയാണ് വെസ്റ്റ് കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് അംബികയ്ക്ക് ആ വേദിയിലിരിക്കണമെന്ന്, ശ്രീമതി അംബികയ്ക്ക് വേദിയിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ ഇരുത്താൻ സാധിക്കുമോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവനായി ബഹുമാനപ്പെട്ട അംബിക പോലാണോ കേരളത്തിന് ദേശീയപാതയിൽ കേരളത്തിന് പൊതുമരാമത്ത് മന്ത്രി? എന്റെ പൊന്ന് ഹാഷ്മി, ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ച് അദ്ദേഹം പറയാൻ കേൾക്കും, അവൾ അവസരം തരിക. അദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അത് പറയുക. അപ്പോ ഇങ്ങനെയുള്ള അവകാശങ്ങളുണ്ട്. ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരെ ക്ഷണിക്കപ്പെട്ടു. ഇവിടെ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PR വർക്കിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ വന്നിട്ട് അതിന് കുഴലൂതി കൊടുക്കരുത്. ഇവിടെ ഇതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ സമർപ്പിക്കപ്പെട്ടു, അതെന്തെല്ലാം പദ്ധതികളാണ്. പക്ഷേ നിങ്ങൾ ഒരു മിനിറ്റ് ഹാഷ്മി, ജിതിൻ ദേവിനടക്കം നേർക്കുനേർ എന്തുകൊണ്ട് കേരളത്തിന് പൊതുമരാമത്ത് മന്ത്രി ക്ഷണിച്ചില്ല എന്നതിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ഈ മരുമോൻ പോലെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത്. പറയുന്നത് പിണറായി വിജയൻ ബിജെപിയുടെ സംസ്ഥാന എന്തൊരു വൃത്തികേടാ ജിതിൻ ദേവ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ നിങ്ങളുടെ നേതാക്കളെ ഓർത്ത്? പിന്നെ മുസ്ലിം ലീഗുകാർ പറഞ്ഞാലാണോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞാലാണോ? പിണറായി വിജയന്റെ മരുമോനല്ലേ മുഹമ്മദ് റിയാസ്? അതോ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞ പോലുള്ള സംഭവമാണത്? പിണറായി വിജയന്റെ മരുമോൻ മാത്രമാണോ മുഹമ്മദ് റിയാസ്? ഏതാ? ആണോ പിണറായി വിജയന്റെ മരുമോൻ മാത്രമാണോ ബിജെപിക്ക്? ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വിവരം കേട്ട സൈബർ കടന്നുകൾ പറയട്ടെ, അതുപോലെയാണോ BJP പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു എന്ന് പറയുക നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം, അരാഷ്ട്രീയം? നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ ശ്രീ VS ജിതിൻ ദേവ്? എന്റെ പൊന്ന് ഹാഷ്മി, പിണറായി വിജയന്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള അങ്ങേക്ക് തർക്കമുണ്ടോ? പിണറായി വിജയന്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ്. പിന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. അവിടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തിന്റെ തലവൻ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം പങ്കെടുത്തില്ല. മറ്റ് 2 മന്ത്രിമാരെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അവരും പങ്കെടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് വില കുറഞ്ഞ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്ത് കളിക്കാൻ ശ്രമിക്കുന്നത്, ആരെയൊക്കെ പ്രീണിപ്പിച്ച് ആ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇവിടുത്തെ LDF ആണ്, CPM നേതൃത്വമാണ്. നിങ്ങളെപ്പോൾ അവരൊന്നും ഏറ്റുപിടിക്കാൻ നടക്കരുത്. ഈ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു. 2 റീച്ച് സമർപ്പിക്കപ്പെട്ടു, മറ്റ് റീച്ചുകൾ പണി പൂർത്തിയാക്കിയിട്ട് നമുക്ക് വളരെ സുഗമമായിട്ട് കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തോട്ടും എറണാകുളത്തോട്ടും കാസർഗോഡോട്ടൊക്കെ യാത്ര ചെയ്യണം ഹാഷ്മി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഗിമിക്സുകളൊന്നും ഏറ്റുപിടിച്ചുകൊണ്ട് ഹാഷ്മിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകങ്ങൾ ചർച്ചകൾ നടത്തരുത്. ഇനി അദ്ദേഹത്തെ വിളിച്ചില്ല, മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ചില്ല. മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളൊന്നുമല്ലല്ലോ പ്രധാനമന്ത്രി. നോക്കൂ, ഇദ്ദേഹത്തെയും കൂടെ അത് വിളിക്കണം എന്നൊരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ? ഹാഷ്മി പരിശോധിക്ക്. അങ്ങനെ ഒരു റിക്വസ്റ്റും പോയിട്ടില്ല. ഉദ്ഘാടന ദിവസം രാവിലെ ഒരു ഇതൊക്കെ കാണിച്ച് ഒരു വണ്ടി എടുക്കുക, കുറേ ആൾക്കാരെ കൂട്ടുക, അവിടെ പോയി പാരൽ ഉദ്ഘാടനം നടത്തി. ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഹാഷ്മി. ഇത്തരത്തിലുള്ള ഗിമിക്സുകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങളിൽ നിന്ന് അവർ അത്രയും അകന്നുപോയി. ഇനി അവർക്ക് തിരിച്ച് അധികാരത്തിലേക്ക് ഈ പറഞ്ഞ 3.0 ഒന്നും വരാൻ പോകുന്നുള്ള കാര്യം എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ഇരവാദമൊക്കെ ഉയർത്തി, അവകാശവാദമൊക്കെ ഉയർത്തി മുന്നോട്ട് പോകാൻ കളിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ ആ മുതൽ ഉച്ച വരെ ഞങ്ങൾക്ക് ബന്ധമില്ല. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ അയ്യോ ഞങ്ങളെ വിളിച്ചില്ല. ഇതൊക്കെ ആരെയാണ് ഈ ഇരട്ടത്താപ്പ് കാണിച്ച് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? 66 തലപ്പാടി ചെങ്കൾ 6 വരിപ്പാതയുടെ അവിടെ ശിലാഫലകം ഉണ്ടല്ലോ. ശ്രീ നിർവഹിച്ച ശ്രീ നരേന്ദ്രമോദി, മഹനീയ സാന്നിധ്യം ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ശ്രീ പിണറായി വിജയൻ, ശ്രീ PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, കേരളം സർക്കാർ. അതായത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, വെട്ടിക്കൂട്ടി തോട്ടിക്കളഞ്ഞതാ. ആര് വെട്ടി കളഞ്ഞു? മിക്കവാറും മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പിന്നെ ഫലകത്തിൽ എങ്ങനെയാന്ന് വരുന്നേ? മുഖ്യമന്ത്രിയുടെ ഓഫീസർ. പിന്നെ ഫലകത്തിൽ റിയാസിന്റെ പേര് വരികയും ഈ പറയുന്ന സ്റ്റേജിൽ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളല്ലേ പെറ്റി രാഷ്ട്രീയം കളിക്കുന്നത്? ഇത് ജനത്തിന് മനസ്സിലാവില്ലേ? ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇത് ജനത്തിന് മനസ്സിലാവില്ലേ? നരേന്ദ്രമോദിയുടെ ആ ശിലാഫലകത്തിൽ നിങ്ങളുടെ ഈ കൊടി പിടിച്ച അധ്യക്ഷൻ ഇല്ല. വേണ്ടെന്നേ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്, ഞങ്ങൾക്ക് കരച്ചിലില്ല, ഞങ്ങൾ കരയുന്നില്ലല്ലോ, ഞങ്ങൾ കരയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാല രാഷ്ട്രീയം ജനത്തിന് മനസ്സിലാവുന്നതാണോ? ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പഴയ കാലം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാല ഈ പറയുന്ന ആ ദേശീയപാതയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒരു മുൻ കേന്ദ്ര സഹമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി വിളിക്കാനാണെങ്കിൽ ഇവിടെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുണ്ട്, ഇവിടെ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുണ്ട്. ആരെയും വിളിക്കാൻ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന അഡ്രസ്സിൽ വിളിച്ചിരുത്തണമെങ്കിൽ ചില്ലറ മതിയോ രാഷ്ട്രീയം? ശ്രീ VS ജിതിൻ ദേവ്, ചില്ലറ ഒന്നുമല്ല, നല്ല കെട്ടോടനെ വിളിച്ചത്, നല്ല ഒന്നാന്തരം ആ വേദിയിലിരിക്കാൻ ഏറ്റവും അർഹൻ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. കാരണം
ഇന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തുന്ന ഒന്നാമത്തെ പ്രഥമ വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം BJP കാരോട് ചോദിക്കേണ്ട, ഹാഷ്മിക്ക് അടുപ്പമുള്ള ദേശീയപാതയുടെ ഭാഗത്ത് താമസിക്കുന്ന താങ്കൾക്ക് അടുപ്പമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് 100% അർഹതയുണ്ട്. അതിനു മുമ്പ് കൊച്ചി മെട്രോയിൽ ഇരിക്കാൻ 100% അർഹത നിങ്ങൾ അന്നത്തെ അധ്യക്ഷൻ കുമ്മനത്തിനുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്കൊക്കെ സർക്കാർ ഒഫീഷ്യൽ പരിപാടിയിൽ കയറിയിരിക്കാൻ അവകാശമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും. നിങ്ങൾ രാഷ്ട്രീയമില്ലെന്ന് പറയും. നല്ല കാര്യം. ഞാൻ കേസ് വരുന്നതിൻ്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാവേ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ഇൻ ബ്രാക്കറ്റ് ഉടനെ വരുന്നത് ദേശീയപാത വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണമായിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. അതത്ര എളുപ്പമാവില്ലെന്നാണ് എന്റെ പക്ഷം. എന്നിട്ട് ഏറ്റവും കൂടുതൽ തീരുന്ന ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് സമ്മതിക്കേണ്ടി വരും. ഇതെന്താണ് ഇത് മൊത്തം കേന്ദ്രത്തിന്റെ നേരത്തെ റിയാസിനെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതിനുള്ള മറുപടി ഇത്. അതുകൊണ്ടാണ് പിണറായി വിജയനെ വിളിച്ചത്. നേരത്തെ റിയാസിനെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് പിണറായി വിജയനെ വിളിച്ചത്. നിങ്ങൾ നേരത്തെ റിയാസിനെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതിനുള്ള മറുപടിയാണ് കെ സുരേന്ദ്രൻ പണ്ടേ പറഞ്ഞത്. 2016 മുതൽ ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിലുണ്ടായ പുരോഗതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഞങ്ങൾ ആരും കുറച്ചു കാണുന്നത് അദ്ദേഹത്തെ അതുകൊണ്ട് വിളിച്ചു. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് ബി ജെ പി വക്താവ് VS അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു കാണും, എന്റെ ഹസ്ബൻഡിനെ വിളിക്കാത്തതുകൊണ്ട് അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പോയില്ല. SFIക്കാരനായിരുന്ന അതുവഴി രാഷ്ട്രീയം വളർന്ന ഒരാൾ ഇങ്ങനെ രാഷ്ട്രീയം പറയില്ല. നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയില്ല. നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയാം. താങ്കൾ എന്താ പറഞ്ഞത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറയുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ ചെവിയിലോതിയ കാര്യം പറയുന്നത്? രാഷ്ട്രീയം പറ. VS സിന്ധേവ്, താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു, എന്താണ് ഈ പാത ഒഴിഞ്ഞപ്പോൾ പറഞ്ഞു സംസ്ഥാന ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ് എന്നത് രാഷ്ട്രീയമാണ്. അത് പറ. അതല്ല മരുമോനെന്നും മുഖ്യമന്ത്രിയുടെ മകളെന്നൊക്കെ ഈ നിലവാരം കെട്ട രാഷ്ട്രീയം പറയല്ലേ. VS രാഷ്ട്രീയം കണ്ട് പഠിക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആ വേദിയിലുണ്ടായിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ആ മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേരളത്തിലെ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, മറ്റു 2 മന്ത്രിമാരെ ക്ഷണിച്ചു. ശിലാഫലകത്തിൽ എങ്ങനെയാണ് റിയാസിന്റെ പേരെങ്ങനെ വരിക? ഇവിടെ വില പറഞ്ഞ അതാ PWD-കാരോട് ചോദിക്കണം. ശിലാഫലകത്തിൽ എങ്ങനെയാണ് കേന്ദ്ര മന്ത്രിയുടെ പേര് വരിക? NHA ചുമതലയുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞാണ് എന്നല്ലേ അർത്ഥം? വെട്ടിക്കളയുള്ള മാനദണ്ഡം എന്താണെന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടാൻ പറയും. പ്രകാശ് മാഷിനോട് ചോദിക്കൂ. ഒന്ന് കാണിക്കാവോ? ആ ശിലാഫലം ഒന്ന് കാണിക്കാവോ? ആ ശിലാഫലം തെളിഞ്ഞു നിൽക്കുന്ന അതല്ലേ തെളിവല്ലേ കിടക്കുന്നവിടെ? ഹാഷ്മി, ഞാൻ കണ്ടു ഇവരുടെ PR ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ വന്ന് കയറിയപ്പോൾ കണ്ടത് മറ്റൊരു PR. അതാണ് ഇന്നലെ വരെ കഴുത്ത കോളറിട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കോളർ ഇടാതെ തെക്കോട്ട് പോകുന്നു. എന്തൊക്കെയാണ് ഹാഷ്മി വെറുതെ ഒരു PR? അത് വേറെ കാര്യം. ശ്രീ ജിൻഡോ, ഇവിടെ എന്താണ്, ഇവിടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയുടെ പേര് PA മുഹമ്മദ് റിയാസ് എന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു കോഴ്സ് ഓഫ് ദ ജീവിതത്തിൽ. അതിനുമുമ്പ് 8ാം ക്ലാസ് മുതൽ അദ്ദേഹം SFI പ്രവർത്തനം തുടങ്ങിയതാണ്. പല സമരങ്ങളിൽ പങ്കെടുത്തതാണ്. പല സമരങ്ങളിൽ തലപൊട്ടി ആശുപത്രിയിൽ കിടന്നതാണ്. ഈ ആദ്യ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 4 ദിവസം ജയിലിൽ കിടന്നു വന്ന മന്ത്രിയാണ്. രാഷ്ട്രീയമായി നല്ല പക്വതയിൽ രാഷ്ട്രീയം അടിത്തട്ടിൽ നയിച്ചു വളർന്നു വന്ന കേരളത്തിന്റെ രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരനെ മരുമോൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൂടി ശക്തമായി എതിർക്കണം ജിൻഡോ. അവിടെ അതിൽ മറ്റു രാഷ്ട്രീയം കാണരുത്. ഇത് തെറ്റായ രാഷ്ട്രീയമാണെന്നും നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞുകൂടാത്ത വാക്കാണെന്നും ശക്തമായി തന്നെ നിങ്ങളും പറയണം ജിൻഡോ. അല്ല ഹാഷ്മി, ഇന്നിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായിട്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കാര്യത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ, രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ ഇന്ന് നടന്ന ഉദ്ഘാടന പരിപാടി, ആ ഉദ്ഘാടന പരിപാടി തന്നെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പോലും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ സംസ്ഥാനത്തെ PWD വകുപ്പിന്റെ മന്ത്രിയെ ക്ഷണിക്കാതിരുന്നതും അവഹേളിച്ചതും തെറ്റായ രാഷ്ട്രീയ നടപടിയാണ് എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എടുക്കുന്ന പോലത്തെ ഇത്ര പ്രതിപക്ഷ ബഹുമാനമുള്ള രാഷ്ട്രീയ മര്യാദയൊന്നും ഞങ്ങളോട് ഇവരാരും സ്വീകരിക്കാറില്ലെങ്കിലും കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, കുറച്ചു കാലം മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു വ്ളോഗർ കേരളത്തിൽ ടൂറിസം പ്രൊമോഷന് വരികയും പിന്നീട് കുറേ കാലത്തിന് ശേഷം അവർ രാജ്യദ്രോഹ കുറ്റത്തിന് ചാരക്കേസിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദ് റിയാസിനെ വട്ടം വിട്ട് ഇവർ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, മുഹമ്മദ് റിയാസ് ഒരു ചാരവനിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും കേരളത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും എടുക്കുന്ന ദുഷ്ടലാക്കിനെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, NHന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. കഴിഞ്ഞ ജൂണിലെ മഴയിൽ 150-ലധികം സ്ഥലത്ത് പൊട്ടി തകർന്നു പോയ NHന്റെ ഉദ്ഘാടനമല്ലേ ഇവർ നടത്തിയത്? അതെല്ലാം ശരിയായോ? ശരിയായില്ല. അപ്പോൾ ഓരോ റീച്ച് ഒരു ഉദ്ഘാടനം നടത്തുക. ഇനി അത് മാത്രമല്ല, ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജീവ് ചന്ദ്രശേഖർ അർഹതപ്പെട്ട മനുഷ്യനാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖരനും ഒരു മരുമോനാണ്.
അപ്പോൾ അദ്ദേഹത്തിന്റെ വരവും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിക്കേണ്ട. ഇന്ന് നടന്ന രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖർ അവർക്ക് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ട് മരുമോൻ എന്ന് പറയുന്നത് കാരണം നമ്മളും നിങ്ങളും പറയാണ് അതൊരു മരുമോനാണ്, ആ മരുമോൻ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം? ശ്രീ ജിൻഡോ, ഏത് പ്രകോപനത്തിലും അത് പറയാൻ പാടില്ല. അല്ല ഹാഷ്മി, എല്ലാവരും കല്യാണം കഴിക്കുന്ന എല്ലാവരും ആരുടെയെങ്കിലും ഒക്കെ മരുമോന്മാരായിരിക്കുമല്ലോ, ആരുടെയെങ്കിലും മരുമോന്മാരായിരിക്കും. അപ്പൊ അതാ ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞ വാക്ക് എന്താണെന്ന് ഇതിന്റെ ആരെങ്കിലും ഞാൻ എന്തായാലും ഒരാളുടെ മരുമോനാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വിവാഹം കഴിച്ചാൽ എല്ലാവരും ആരെങ്കിലും ഒക്കെ മരുമോനായിരിക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ ഇന്നത്തെ വേദിയിൽ പങ്കെടുപ്പിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ മരുമോനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രത്യേക പ്രിവിലേജ് കിട്ടിയ രാജീവ് ചന്ദ്രശേഖരും ആ രീതിയിൽ പരിശോധിച്ചാൽ മറ്റാരുടെയെങ്കിലും ഒക്കെ മരുമോനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതിയോ? രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ഇവിടെ പ്രിവിലേജ്? ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ലേ? അതിന് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അവർ വിളിച്ചിരുന്ന വേദിയിലേക്ക്. ഇനി അതിനപ്പുറത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് വിളിച്ചിരുന്നോ? അവിടെ യാതൊരു ഇടപെടലും നടത്താത്ത കുമ്മനം രാജശേഖരനല്ലേ ആദ്യത്തെ യാത്രയിൽ പങ്കെടുത്തത്? കുമ്മനടി എന്നുള്ള വാക്ക് തന്നെ സംഭാവന ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താ? നിങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലാക്കാണ്. അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം റോഡ് പൊളിഞ്ഞു പോയപ്പോൾ അത് കേന്ദ്രത്തിന്റെയാണ്, ആ മുതൽ ഇച്ഛ വരെ കേന്ദ്രത്തിന്റെയാണെന്ന് പറഞ്ഞ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിരന്തരം അവലോകനം ചെയ്തതാണ് എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു, റീൽസ് എടുത്തു. അക്കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് ഒരു സർക്കാർ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വേദി അലങ്കരിക്കുകയും സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഈ വേദിയിൽ ഇടം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമല്ല. അതിനപ്പുറത്ത് പറഞ്ഞാൽ ഈ ഇതൊക്കെ ആ റീച്ചിൽ MP-മാരില്ലേ? ആ MP-മാർ പണിയെടുത്തിട്ടില്ലേ? ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ പേര് ആ ശിലാഫലകത്തിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ ഒരു വിലയുമില്ലേ? ഈ കേരളത്തിൽ MP-മാർക്ക് എന്താ ഒരു വിലയുമില്ലേ? ഇവിടെ MP-മാര് MLA-മാർ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാർ എന്നുള്ളതല്ല. ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മോദിയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കെട്ടുകാഴ്ചയാണ്. അതിനപ്പുറത്ത് എന്താണ്? ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞ എയിംസ് പ്രഖ്യാപിക്കും, വേറെ എന്തൊക്കെയോ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ്. കേരളത്തിലെ BJP നേതൃത്വത്തെ നാണം കെടുത്തിയിട്ടാണ് ഇന്ന് മോദി പോയിട്ടുള്ളത്. എന്താണ് പ്രഖ്യാപനം? പതിവ് പോലെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നല്ലാതെ ഇന്ന് നരേന്ദ്രമോദി വന്നതുകൊണ്ട് കേരളത്തിൽ എന്ത് ഗുണമുണ്ടായി? ഇപ്പോൾ നമ്മൾ വടക്കോട്ട് യാത്ര ചെയ്താൽ എത്ര സ്ഥലത്താണ് ഇപ്പോഴും പണി നടക്കുന്നത്? എത്ര സ്ഥലത്താണ് ബ്ലോക്ക് ഉള്ളത്? എത്ര സ്ഥലത്താണ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ളത്? ഈ പൊട്ടിത്തകർന്ന് ഇപ്പോഴും പൂർത്തിയാകാത്ത റോഡിന്റെ ഉദ്ഘാടനം നടത്താൻ പ്രധാനമന്ത്രി വരുന്നു, അവിടെ ഇത്തരം രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഞാനിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഒന്ന്, ഇന്നത്തെ ദിവസം ഇതിന്റെ എല്ലാ പൊളിറ്റിക്കൽ ഗെയിനും കിട്ടിയിട്ടുള്ള ആളുടെ പേര് മുഹമ്മദ് റിയാസ് എന്ന. ഇത്രയും ദിവസം പല കാര്യത്തിൽ ആക്ഷേപത്തിൽപ്പെട്ട് അദ്ദേഹം പൊതുമധ്യത്തിൽ അത്രത്തോളം ശ്രദ്ധേയമായ നിലവാരത്തിലൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് മുഹമ്മദ് റിയാസിന് ഇന്നൊരു ഹീറോ പരിവേഷം കൊടുക്കാൻ BJP നടത്തിയ ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കണം. എത്രത്തോളം ആക്ഷേപമാണ്? അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങൾ ഇവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത് മുഴുവൻ അത് ചില ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടേണ്ട രീതിയിലുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപത്തെ തുടർന്ന് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് ശരികൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ആളുകൾ വരുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് BJP ഇന്ന് നടത്തിയ പരിപാടി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഓക്കെ, ശ്യാംപ്രകാശ് എന്ന് പറഞ്ഞാൽ ജിൻഡോ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് മുഹമ്മദ് റിയാസ് ഹീറോ ആയ ദിവസമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്ത് പറയുമല്ലോ, ഇംഗ്ലീഷ് ഒരു സാധനം ഉണ്ടല്ലോ, ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് പോലെ ഇന്ന് മുഹമ്മദ് റിയാസിനെ ആ പരിപാടിയിൽ പരിപാടിയിൽ നിന്നും അവഗണിച്ച് അപമാനിച്ച് ഒഴിവാക്കിയില്ലായിരുന്നുവെങ്കിൽ, മുഹമ്മദ് റിയാസ് ആ പദ്ധതിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഒരു പരിപാടി പോലെ പോയേനെ. ഇതിപ്പോൾ ദേശീയപാതയിൽ സംസ്ഥാനത്തിന്റെ പങ്കെന്തായിരുന്നു? എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു? റോഡ് ഷോ അടക്കം പറഞ്ഞുകൊണ്ട് നിരന്തര മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിൽ സംസ്ഥാനത്തിനുള്ള കൃത്യമായ ചലഞ്ച് ആൻഡ് റോൾസ് എന്തൊക്കെയാണെന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിഞ്ഞു, സർക്കാരിന് കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഇന്ന് CPM ദിവസം കൂടാണ് കേട്ടോ. CM പ്രകാശ മാസ്റ്റർ, ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക? ഈ സമൂഹത്തിൽ ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് ഏതൊരു നല്ല കാര്യത്തിനിടയിലും ദോഷം മാത്രം കാണാൻ ശ്രമിക്കുന്ന അത് ചില ജീവികളുടെ ശീലമാണ്. ഏത് മെച്ചപ്പെട്ട സാധനം ഉണ്ടെങ്കിലും അഴുക്കിൽ പോയി പറ്റുന്ന ഒരു സമീപനമുണ്ടല്ലോ, അത് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ അക്കാര്യത്തിൽ പറയുന്നുള്ളൂ. ഇത് ഒരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്
കേരളത്തോട് ശത്രുതാപരമായ നിലപാടാണ് എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കാത്ത നിലപാടാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് രാജ്യത്താകെയുള്ള ജനങ്ങളുടെ ഗവൺമെൻറ്. ഒരു സംസ്ഥാനത്തോട് മര്യാദ കാണിക്കാൻ ആ ഗവൺമെൻറ്റിന് ചുമതലയില്ലേ? ആ മര്യാദ ലംഘനത്തിനെല്ലാം തന്നെ പൂർണ്ണമായി കുടപിടിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഏതു കാര്യത്തിലാണ് ന്യായമായ നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നത്? ഭരണഘടനാ സ്ഥാപനങ്ങളെ, അതുപോലെ അധികാര സ്ഥാനങ്ങളെ, അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ശരിപ്പെടുത്തുക എന്ന് പറയുന്ന നിലപാടല്ലേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? NHന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും ഒഴിവാക്കിക്കൂടാത്തൊരു പേരാണ് മുഹമ്മദ് റിയാസിൻ്റെ എന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ച പോലെ അറിയുന്നല്ലേ. 2014 നമ്മുടെ NHAI നോട്ടിഫിക്കേഷനിലൂടെ ഉപേക്ഷിച്ചിട്ടുള്ള ദേശീയപാത പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും അടക്കമുള്ള ആളുകളാണ്. അങ്ങനെയാണ് 2019 ആ പദ്ധതിക്ക് പുനരുജ്ജീവനം കിട്ടുന്നത്. ആ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള 1190 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം ഈ ദേശീയപാത 4 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്: മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. ഒരു സംസ്ഥാനത്തോട് ചോദിക്കാത്ത നിലയിൽ ഇതിൻ്റെ ഭൂമിയുടെ വിലക്കെടുക്കുന്നതിൻ്റെ 25% കേരളം കൊടുക്കണം എന്നാവശ്യപ്പെട്ടത് ഇതേ കേന്ദ്ര ഗവൺമെൻറ്റാണ്, ഇതേ NHAI ആണ്. എത്ര കടത്ത വിവേചനമാണ്! ഇത്ര ഗുരുതരമായ വിവേചനം ഉണ്ടായപ്പോൾ പോലും ഇത് അന്യായമായ നിലപാടാണ് എന്ന് കൃത്യമായി പറയാനും അതിനെതിരെ നിലപാട് സ്വീകരിക്കാനും കേരളത്തിലെ പ്രതിപക്ഷത്തിനോ 19 MPമാർ ഉള്ള ഈ കേരളത്തിലെ കോൺഗ്രസ് ലീഗിനോ സാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമില്ലേ? അപ്പോൾ ഞങ്ങൾക്കെന്തോ ഒരു മുഹമ്മദ് റിയാസിൻ്റെ പേര് വലിയ ചർച്ചയായി വരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ ആ കഷ്ടമെന്നല്ലാതെ എന്താ പറയുക? അത്തരമൊരു വിഷയത്തിന് മേലെ BJP എടുത്തിരിക്കുന്ന നിലപാടുകൾ കണ്ടില്ലേ? ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ പത്രങ്ങളിൽ കൂടെയാണ് അറിയുന്നത്. ശ്രീ മുഹമ്മദ് റിയാസും പത്രത്തിൽ കൂടെ തന്നെ ആണ് അറിഞ്ഞിട്ടുണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് ഇതിലുണ്ട്. ഇതിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് നിതിൻ ജയറാം ഗഡ്കരി, നേരത്തെ ശ്രീ ജിതിൻ ദേവ് പറഞ്ഞ ഗഡ്കരിയില്ലോ, ഗഡ്കരിയുടെ പേര് അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ ജോർജ് കുര്യൻ, ശ്രീ K കൃഷ്ണൻകുട്ടി, ശ്രീ MB രാജേഷ് ഒക്കെ ഉണ്ട്, ശ്രീ സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്രം പ്ലാൻ ചെയ്തു എന്ന ആരോപണം നിലനിൽക്കുന്ന ആരോപണമാണോ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രവർത്തനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച ആൾ വരേണ്ടതില്ല എന്ന കാര്യം അവർ തീരുമാനിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചത് കേരളത്തിൽ ആരും വരേണ്ടതില്ല എന്നാണ്. കാരണം അവർക്കറിയാം പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള NHന്റെ ഉദ്ഘാടനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് പങ്കുവഹിക്കില്ല. അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് NHുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ഒഴിവാക്കിയത്. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ എന്തോ NHAIയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നതാണല്ലോ. അദ്ദേഹം ഈ BJPയുടെ അധ്യക്ഷനായിട്ട് എത്ര മാസങ്ങളായി? NHനെ പണി തുടങ്ങിയത് ഈ പറയുന്ന 4 മാസക്കാലം കൊണ്ടാണോ? അദ്ദേഹമാണ് കേരളത്തിൽ ഈ പരിപാടിക്കകത്ത് വരാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയാൻ നാണമില്ലേ ഈ BJPയുടെ ആളുകൾക്ക്? അദ്ദേഹമാണ് അത്രയും മഹാനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ പങ്കെടുപ്പിരിക്കുന്ന ഏത് മാനദണ്ഡത്തിന് പേരെയാ? ഏതോ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള പേരിൽ. ഇവിടെ കേരളത്തിലെ എത്ര പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിച്ച എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട്? അവരെയൊന്നും കാണാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയമല്ല, സങ്കുചിത രാഷ്ട്രീയം. നമ്മൾ ചില സ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാന്യതയുണ്ട്. നമ്മൾ തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസ് ഒന്നും അല്ലല്ലോ ഈ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരായിട്ട് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു നില ഉണ്ടായിരിക്കുന്നു എന്നല്ലേ ഈ പറയുന്നതിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുക. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മാന്യതയുണ്ട്. ആ മാന്യത ലംഘിച്ചുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളിലും അവർ നിലപാട് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഇങ്ങേ തലയിലുള്ളൊരു കാര്യം മാത്രമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതല്ലാതെ കേരളത്തിൽ NHAIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഏതാണ്ട് 500 കിലോമീറ്റർ പണി പൂർത്തിയായി, 600 കിലോമീറ്റർ ഉള്ളതിൽ ആ പ്രവർത്തനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളെ ഒഴിവാക്കുക, അത് കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കുയുക്തിയാണ്, ഒരു യുക്തിയാണ് എങ്കിൽ കൂടിയും ഈ പല സ്ഥലങ്ങളിലും ഈ ദേശീയപാത നിർമ്മാണ പ്രശ്നത്തിൽ ഇടിഞ്ഞു താന്ന പ്രശ്നം ഉണ്ടായല്ലോ, ഒരുപാട് ആശങ്കകൾ ഉണ്ടായല്ലോ. അന്ന് ആശങ്ക ഉണ്ടായപ്പോഴേക്കും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് എനിക്ക് പങ്കൊന്നുമില്ല, ഇത് മൊത്തം കേന്ദ്രത്തിൻ്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞ ശബ്ദമായിരുന്നു ശ്രീ VS ജിതേന്ദ്രൻ കേൾപ്പിച്ചത്. അതിനോട് മറുപടി ശ്രീ പ്രകാശ മാസ്റ്റർ. അല്ല, അതിൽ ഈ നമ്മൾ NH വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അംഗീകരണം, അതുപോലെ തന്നെ അതിൻ്റെ ടെൻഡർ, അതിന് ഗുണനിലവാര പരിശോധന, അതിനാവശ്യമായ നിലക്കുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, അവയെല്ലാം നിലവിലുള്ള നിയമം അനുസരിച്ച് ചുമതലപ്പെട്ടത് NHAI ആണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആ നടത്തിപ്പിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. പൊതുമരാമത്ത് വകുപ്പ് നോഡൽ ഏജൻസി മാത്രമാണ്. അല്ലാതെ നടത്തിപ്പ് ഉത്തരവാദിത്വം ഒന്നും തന്നെ പൊതുമരാമത്ത് വകുപ്പിനില്ല. അതാർക്കും അറിയാതിരിക്കുന്നത്? പദ്ധതിയുടെ നടത്തിപ്പ് സമ്പൂർണ്ണമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്നതാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും കേരളത്തിൽ PH നമ്മുടെ ഈ വകുപ്പിന് വല്ല ചുമതലയുണ്ടോ?
അത് ടെൻഡർ ചെയ്യുന്നതിൽ വല്ല ചുമതലയുണ്ടോ? അതിൽ ഗുണനിലവാര പരിശോധനയിൽ വല്ല ചുമതലയുണ്ടോ? ഇല്ലേ, ഇല്ല. അപ്പം അതുകൊണ്ട് ആ ചുമതല NHAയ്ക്കാണ് എന്നല്ലാതെ വരേതാ പറയുക? ആ പൂർണ്ണമായിട്ടും NHAയ്ക്ക്. എന്നാൽ അതിനാവശ്യമായിട്ട് സഹായം ഏറ്റുമാറി ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്, പൊതുമരാമത്ത് വകുപ്പാണ്. തടസ്സങ്ങൾ നീക്കാൻ മുന്നിട്ട് നിന്നത് ഞങ്ങളാണ്. സ്ഥലമെടുക്കാൻ ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ്റാണ്. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ ധാർമ്മികമായ പിന്തുണയും കൊടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ്റാണ്. അതിൽ നേതൃത്വം കൊടുത്തത് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമായിട്ട് അവർ മറന്നുപോകുന്നത് എങ്ങനെയാ? മുഹമ്മദ് റിയാസിന്റെ പേര് പത്രത്തിൽ ഇട്ടില്ല എന്ന് കരുതി മുഹമ്മദ് റിയാസിന്റെ ദേശീയപാത വികസനത്തിലുള്ള പങ്ക് ആർക്കെങ്കിലും അറിയാത്തതാണ്? അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ എത്താം. CVS ഇവിടെ നടക്കില്ല എന്ന് ആത്മാർത്ഥമായി ഉറച്ചു വിശ്വസിച്ച് പൊളിഞ്ഞുപോയ ആളുടെ പേര് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ K സുരേന്ദ്രൻ എന്നാണ് പേര്. പത്രത്തിൽ ഇടാതിരിക്കുക മാത്രമല്ല, അല്ല പത്രത്തിൽ ഇട്ടില്ല, വിളിച്ചില്ല. ഇതിൽ പത്രത്തിലിടാതിരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ വിളിച്ചു പോലും ഇല്ലല്ലോ. വിളിച്ചില്ല, പത്രത്തിലിട്ടില്ല. പക്ഷേ ശിലാഫലകത്തിൽ കൊണ്ട് പേര് ഒത്തുവെച്ചിട്ടുണ്ട്. എത്രമാത്രം കടുത്ത അന്യായമാണ്. പക്ഷേ ശിലാഫലത്തിൽ കൊണ്ട് പേര് ഒത്തുവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് നേരത്തെ തീരുമാനിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ ഏത് ഭാഗത്ത് എപ്പോൾ വെട്ടണം? പിന്നീട് ഏതോ കുബുദ്ധികൾ വെട്ടിക്കളഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞു 7 ദിവസത്തെ കണക്ക് എനിക്ക് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രാജ്യത്തെ നിർദ്ദേശം പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പൊ VS പറയാൻ മനസ്സിലാവുന്നില്ല. 7 ദിവസം മുമ്പ് അറിയാവുന്നതല്ലേ, അപ്പൊ അത് വേണമെന്ന് ആവശ്യപ്പെട്ട് പിന്നെ കത്തെഴുതിയോ എന്ന് ചോദിക്കുന്നത് മനസ്സിലായില്ല. പ്രകാശ് മാസ്റ്റർക്ക് അതിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് കേരളത്തിലെ പൊതുമരാമത്ത് അധികാരിയുമായിട്ട് ചർച്ച ചെയ്യും. അവർ ചർച്ച ചെയ്തിട്ടാണ് ഈ പറയുന്ന പേരുകൾ തീരുമാനിക്കുക. ആ പേര് അവസാനമായിട്ട് അംഗീകരിക്കേണ്ടത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റാണ്. അങ്ങനെയാണ് പ്രൊസീജിയർ. ആ ഒരു പ്രൊസീജിയർ നടന്നിട്ടില്ലല്ലോ. പൊതുമരാമത്ത് വകുപ്പുമായിട്ട് എന്തെങ്കിലും ചർച്ചയുണ്ടായോ? ആരെ പങ്കെടുപ്പിക്കണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും നിലക്കുള്ള തീരുമാനമുണ്ടായോ? നിങ്ങൾ തന്നിഷ്ടം പോലെ നടപ്പിലാക്കി ഇതിന് സ്വകാര്യ കാര്യമൊന്നുമല്ലോ. ശരി. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വീട്ടിൽ നിന്ന് കുടുംബത്തിലെ എല്ലാവരെയും വിളിക്കണോ എന്നൊക്കെ ചോദിക്കാൻ ആരുടെയും വീടിന്റെ പാലുകാച്ചോ കല്യാണമോ അല്ലെങ്കിൽ നൂലിട്ടൊന്നും അല്ലല്ലോ ഇത്. ഓക്കെ, വിട്ടേക്ക്. CVS ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ സ്ഥലമേറ്റെടുപ്പ് നടക്കില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണല്ലോ എന്താണ് ഏറ്റെടുപ്പ് നടത്തിയാൽ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള നേതാവാണെന്ന് സമ്മതിക്കാം എന്ന് K സുരേന്ദ്രൻ പറയുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ. ഇവിടെ പ്രശ്നമാണ്, അതുകൊണ്ട് സ്ഥലമേറ്റെടുപ്പ് നിർത്തിവെക്കണം എന്ന് കേന്ദ്രത്തിന് കത്തെഴുതിയ ആളുടെ പേര് മറ്റൊരു സംസ്ഥാന അധ്യക്ഷനാണ്, പേര് PS ശ്രീധരൻപിള്ള. ഇവിടെ 6000 കോടി മുടക്കിയ ഒരു സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി, ഉറപ്പായും കേന്ദ്രത്തിന്റെ ഇവിടുത്തെ നോഡൽ ഏജൻസി പൊതുമരാമത്ത് വകുപ്പാണ്, അതിന്റെ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ഒരു ബന്ധവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? CVS എന്ത് ന്യായം പറഞ്ഞാലാണ് പറ്റുക? ഹാഷ്മി, ഈ കേരളം അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ പ്രമേയം പാസാക്കിക്കൊണ്ട് ദേശീയപാതയുടെ വീതി കുറച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ഈ രണ്ട് മുന്നണികൾ സ്ഥലമെടുപ്പിന് തടസ്സം നിന്നത് BJP-ക്കാരാണോ ഹാഷ്മി? നിങ്ങൾ പരിശോധിക്കുക ചരിത്രം. സ്ഥലമെടുപ്പിന് തടസ്സം നിന്നത് ആരായിരുന്നു? അവരെ ആണ് K സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാക്കുമ്പോൾ ആരിതിന് തടസ്സം നിന്നത്? BJP ആണോ? RSS ആണോ? അതോ ഞങ്ങളുടെ ഏതെങ്കിലും പരിവാർ പ്രസ്ഥാനങ്ങളാണോ? ഒന്നുമല്ല. സ്ഥലമെടുപ്പിന് തടസ്സം നിന്നതൊക്കെ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. വീതി കുറച്ച് തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് പോയവരാണ്. ഞാൻ പ്രകാശ് മാഷ് സംസാരിച്ച സമയത്ത് എപ്പോഴെങ്കിലും ഒരു വാചകത്തിൽ അദ്ദേഹം ഇതിനെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ സംബന്ധിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നോക്കൂ, ഇത്തരത്തിലൊരു അറിയിപ്പ് NHAയിൽ നിന്നോ അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്നോ കിട്ടിയ സമയത്ത് മുഹമ്മദ് റിയാസിനെ അതിനകത്ത് ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി ക്ഷണിച്ചുകൊണ്ട് കത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവില്ല. അല്ലാതെ ഒരു സുപ്രഭാതി രാവിലെ വിളിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കില്ല പിണറായി വിജയൻ നിങ്ങൾ അവിടെ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞതൊന്നുമല്ലോ. ഇതിനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഇദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ടുണ്ടാതായി പോയി? മറ്റേ മന്ത്രി രാജേഷിനെയും അതേപോലെ തന്നെ ശ്രീ കൃഷ്ണൻകുട്ടിയും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നു. എന്തുകൊണ്ട് ആ തിരിച്ചറിവ് അന്നേരം ഉണ്ടാകാതായി പോയി? അപ്പോൾ ഇതിന് വിവാദം ഉണ്ടാക്കാൻ അറിയില്ല. എന്താണ് CVS താങ്കൾ പറയുന്നതിലെ ക്ലാരിറ്റി താങ്കൾക്ക് അതിനില്ല. ഒന്നാമത് പത്രത്തിൽ നിതിൻ ഗഡ്കരിയുടെ പേരുണ്ട്, പത്രത്തിൽ ഇവരുടെയൊക്കെ പേരുണ്ട്. ഇവരെയൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയാൽ പോലും ഈ പരിപാടിക്ക് ഏറ്റവും വിളിക്കേണ്ട ആളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞതിനകത്ത് എന്ത് ക്ലാരിറ്റി കുറവ് ഹാഷ്മിക്കുള്ളൂ അത് പറയും. അല്ല, ഞാനാ പറയുന്നത്. എന്താണ് ഞാനാ പറയുന്നത്? എന്താണ് ഞാൻ പറയല്ലേ? അതായത് ഈ പരിപാടിക്ക് വിളിക്കേണ്ട ഏറ്റവും ആവശ്യമുള്ള കേന്ദ്രത്തിൽ നോഡൽ ഏജൻസിയുടെ തലവനായ മുഹമ്മദ് റിയാസിനെ വിളിക്കാതിരിക്കുകയും അദ്ദേഹത്തിന്റെ ശിലാഫലകത്തിൽ പേരുണ്ട് എന്നതിന് അർത്ഥം എന്താണ്? അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടില്ല എന്ന് രാവിലെ 9 മണിക്കാണ് അറിഞ്ഞത്. അദ്ദേഹത്തിനെ ക്ഷണിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിക്കേഷൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ശിലാഫലകത്തിൽ പേര് വരുന്നത് എങ്ങനെയാ? അത് എന്നോട് ചോദിച്ചോ? അത് BW-കാരോട് NHA-കാരോട് ചോദിക്കണം. അത് എന്നോട് ചോദിക്കുന്നത്. BJP-കാരോട് ചോദിക്കുന്നത് ശിലാഫലത്തിൽ എങ്ങനെ പേര് വന്നത്? ഞാൻ എങ്ങനെ പറയുന്നതിന് മറുപടി? അതാണ് പ്രശ്നം. അത് ഞാൻ പറ്റില്ല.
ഇത് ആർക്കും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മരുമോൻ എന്നുള്ള നിലവാരം എന്താണ് ഹാഷ്മി NH തയ്യാറാക്കിയ ശിലാഫലകത്തിൽ മുഹമ്മദ് റിയാസിന്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരു ക്ഷണവും ഇല്ലാത്ത അടുപ്പിക്കേണ്ടാത്ത ഒരാളുടെ പേരെങ്ങനെയാണെന്നേ ആ ശിലാഫലകത്തിൽ വരുന്നത് CBSE. ഞങ്ങൾക്ക് ആരോടും തൊട്ടുകൂടായ്മയൊന്നും ഇല്ലെന്ന്, ഞങ്ങൾക്ക് ഒരു മനുഷ്യരും തൊട്ടുകൂടായ്മ. ഇവിടെ നരേന്ദ്രമോദിയുടെ തൊട്ടുകൂടായ്മ കൊണ്ട് നടന്നൊക്കെ വേറെ ആൾക്കാരാണ്. ഇപ്പം വിളിച്ചില്ല പറഞ്ഞ പരാതി പറയുന്നവരാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി ശിവഗിരി വന്നപ്പോൾ ഞങ്ങൾ ആരും ബോത്തിലും പറഞ്ഞ് ബഹിഷ്കരിച്ച് നടന്നത്. ഇപ്പോഴാണല്ലോ കൂടിരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ മോഹം ഉണ്ടായത്. എന്തേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, BJPയുടെ ദേശീയ പ്രസിഡന്റ് ഒന്നും അല്ലായിരുന്നല്ലോ. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിജി ശിവഗിരി തന്ന സമയത്ത് എന്തിനാണ് ബഹിഷ്കരിച്ച് മാറിയുന്നത്, എന്തിനാണ് പ്രതിഷേധം ഉയർത്തിയത്? അപ്പൊ അതൊക്കെ പോട്ടെ, അപ്പൊ ഇപ്പൊ എന്ത് പക തീർക്കൽ? ഞങ്ങൾക്ക് ആരോടും പകയില്ല. ഞങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ വികസനമാണ് പ്രശ്നം, വികസിത കേരളമാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ വികസിത കേരളം റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അത് പോട്ടെ. പിന്നെ ജിൻഡോ പറഞ്ഞ എന്താ കാര്യം? പൊട്ടിപ്പൊളി നടക്കുന്നവരാണ് ഇത്. ജിൻഡോയ്ക്ക് അറിയാൻ പറ്റാത്തവരാണോ? 2 റീച്ചുകളുടെ പണി പൂർത്തീകരിച്ചു, അതാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസം കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പോയിട്ട് ഒരു കായിക ഭവനം ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ജിൻഡോ കുറെ കട്ടനിട്ട് മറച്ചിട്ട് ജനങ്ങളെ പറ്റിച്ചൊരു ഉദ്ഘാടനം നടത്തിയിട്ട് പോകുന്നത് അമ്മാതിരി മാവാങ്കൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ജിൻഡോ പറഞ്ഞതിനകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രാജേന്ദ്ര ശേഖർ ആരാണ്ടൊക്കെ മരുമോനാണെന്നൊക്കെ പറയുന്നു. ആ മരുമോനകത്ത് എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ, ഹാഷ്മിക്ക് മനസ്സിലായിട്ട് അവർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ, എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രകാശ് മാഷ് സംസ്ഥാന തലവൻ, സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ആ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല? ഇവിടെ നിതിൻ ഗഡ്കരിക്ക് പരാതിയില്ല, മുഹമ്മദ് റിയാസിന് പരാതിയുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഗഡ്കരിയുടെ പേര് ഇതിലുണ്ട്. കാശ്മീർ വിളിച്ച് പരാതി പറഞ്ഞോ? അല്ല, ഗഡ്കരിയുടെ പേര് പത്രത്തിലുണ്ട്, റിയാസിന്റെ പേര് പത്രത്തിലില്ല. ഗഡ്കരി പങ്കെടുക്കാത്തതും ഗഡ്കരിയുടെ പേര് ഈ പറയുന്ന നോട്ടീസിൽ വെച്ചിട്ട് ഗഡ്കരി പങ്കെടുക്കാത്തതും വിളിക്കേണ്ട അടിയന്തരമായി അത്യാവശ്യം വിളിക്കേണ്ട ഒരാളെ വിളിക്കാതെ പേര് വെക്കാതെ അധിക്ഷേപിച്ചത് എങ്ങനെയാണ് സമീകരിക്കപ്പെടുക? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവില്ല ഹാഷ്മി. എന്താണ് അധിക്ഷേപം? മുഖ്യമന്ത്രിയെ വിളിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അംഗീകരിച്ചേനെ. സംസ്ഥാന മുഖ്യമന്ത്രിയെ വിളിക്കാതാണ് ഈ പരിപാടി നടത്തുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നേനെ, ഞാൻ ഈ ചർച്ചയ്ക്ക് പോലും വരുത്തില്ലായിരുന്നു. മുഖ്യമന്ത്രി ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു വകുപ്പിന്റെ മന്ത്രിയെ വിളിക്കാതിരിക്കും. അപ്പൊ ജി സുധാകരൻ കഷ്ടപ്പെട്ടിട്ടില്ലേ? അതെന്താ നിങ്ങൾ ജി സുധാകരന്റെ കഷ്ടപ്പാട് വിളിക്കണം? അപ്പൊ 23 ഗ്രാമീൺ സടക്ക് യോജന റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നിങ്ങളുടെ പാർട്ടി സംസ്ഥാന ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനായി നിങ്ങളുടെ പാർട്ടിയുടെ കേവലം സംസ്ഥാന അധ്യക്ഷയേക്കാൾ യോഗ്യതയുണ്ട് ജി സുധാകരന്. 50 മെഗാവാട്ട് ഉദ്ഘാടനം സോളാർ പദ്ധതിയുടെ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. പടിഞ്ഞാറക്കുള്ള പഞ്ചായത്ത് വേദിയിരിക്കണ്ടേ? അപ്പം ആ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗ്യതയുണ്ട് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷയേക്കാൾ വേദിയിലിരിക്കാൻ. ആ രാജീവ് ചന്ദ്രശേഖരന്റെ യോഗ്യത അളക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഹാഷ്മിക്ക് ആയിട്ടില്ല. ഈ ദേശീയപാതയിൽ മുഹമ്മദ് റിയാസിനേക്കാൾ ഒരു യോഗ്യതയില്ല രാജീവ് ചന്ദ്രശേഖരൻ ആ വേദിയിൽ ഞെളിഞ്ഞിരിക്കാൻ. യോഗ്യത നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചാൽ മതി ഹാഷ്മി. പന്തളത്തായോണ്ട് ഹാഷ്മിക്ക് നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ശരി ശ്രീ ജിൻഡോ, അവിടെ മുഹമ്മദ് റിയാസിനേക്കാൾ ജി സുധാകരനേക്കാൾ ഏതോ പഞ്ചായത്ത് പ്രസിഡന്റ് അംബികയേക്കാൾ പരമയോഗ്യൻ രാജീവ് ചന്ദ്രശേഖറാണ് വേദിയിലിരിക്കാൻ. രാജീവ് ചന്ദ്രശേഖരൻ്റെ യോഗ്യതയൊന്നും ഇക്കാര്യത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ സാമാന്യബോധമുള്ള മനുഷ്യന്മാർക്കും അത് കൃത്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ CPM-ഉം കോൺഗ്രസും ദേശീയപാതയുടെ വികസനത്തെ എതിർത്തു എന്നാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കുഴപ്പമുണ്ട്. അത് ദേശീയപാതയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരെ എല്ലാം കൂടിയാലോചിച്ചിട്ട് അത്തരത്തിലൊരു ആവശ്യം അന്ന് കേരളത്തിലുണ്ടായിരുന്നു, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേശീയപാത നിർമ്മാണത്തെ കോൺഗ്രസും CPM എതിർത്തു എന്ന് ഞാൻ പറഞ്ഞു. വീതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. വീതി കുറയ്ക്കുന്നതാണോ വലുത്, സ്ഥലമേറ്റെടുപ്പ് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതി മുടക്കിയതാണോ വലുത്? ഞാൻ എന്താണ് PS ശ്രീധരൻപിള്ള ചെയ്ത സാധനം അത്. ഞാൻ പറയാം ജിതിൻ ദേവ്, ഇത് വീതി കുറയ്ക്കണം, 45 മീറ്റർ ആക്കേണ്ട 30 മീറ്റർ മതി എന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ പൊതുജന ആവശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. അതിലെ ശരി തെറ്റൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 2018 സെപ്റ്റംബർ മാസത്തിൽ ശ്രീധരൻ പിള്ള എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് കൊടുത്തിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? അതിനുശേഷം കുമ്മനം രാജശേഖരൻ സമാനമായ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ചെയ്തിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? ഈ 2 BJPയുടെ നേതാക്കന്മാർ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? അതിനൊരു മറുപടി പറഞ്ഞേ. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അന്ന് VM സുധീരനും വയൽക്കിളി സമരത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ ജിൻഡോ. അല്ല ഞാൻ പറയട്ടെ ഹാഷ്മി, അതൊക്കെ ശരിയായി, ഇതൊക്കെ ശരിയാണ്. അപ്പൊ BJPയുടെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ കാലാകാലങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് ചില സമരങ്ങളുടെ ഭാഗമായിട്ട്
അല്ല ഞാൻ പറഞ്ഞ അല്ല, ഞാൻ നമ്മുടെ പറയട്ടെ, ഗോപാലകൃഷ്ണൻ അടക്കം അത്തരം നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പോയി വയൽക്കിളി സമയത്തിന് പോയി നിന്നതാ. പി.എസ്. ശ്രീധരൻപിള്ള ആരാണ് കത്തയച്ചതാ. പോകാത്ത ജില്ലോ? അല്ല, ആരാണ് പോകാത്ത കാശ്മീർ? അല്ല ഞാൻ പറഞ്ഞത് അല്ല, വയൽക്കിളി സമയത്ത് പങ്കെടുത്തു. പക്ഷേ ഇത് സ്ഥലം അപ്പൊ പിന്നെ അങ്ങനെ പറയണം. അല്ല, ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കത്തെഴുതിയിട്ടില്ല ഇവരാരും. എഴുതിയത് പി.എസ്. ശ്രീധരൻപിള്ളയാ. എന്തായിരുന്നു ലക്ഷ്യം? ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണം എന്നല്ലായിരുന്നോ? ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണം പറഞ്ഞതല്ല ഹാഷ്മി. അല്ല, അവിടെ അവരുടെ ആശങ്കകൾ ജനങ്ങളുടെ സ്ഥലം നിർത്തിവെക്കണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് അല്ല ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന ആവശ്യം പലരും പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും സമരങ്ങളുടെ ഭാഗമായിട്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, പൊതുജന ആവശ്യമൊക്കെ പകരമായി അത്ര ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, താങ്കൾ എത്ര എളുപ്പത്തിലാണ് കോൺഗ്രസും CPM അങ്ങനെ ചെയ്തു എന്ന് അങ്ങ് പറഞ്ഞു വെച്ചത്. നാട്ടുകാർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ കത്തെഴുതി ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണ്. താങ്കൾ അത് തിരുത്തുവോ? അപ്പൊ താങ്കൾ അത് അറിഞ്ഞില്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞത് കള്ളമാണ്. ഇവിടെ എൻ്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പ്രകാശ് മാസ്റ്ററോട് ഒരു കാര്യമുണ്ട്. BJPയുടെ നേതാക്കന്മാർ മുഹമ്മദ് റിയാസിനെ ആക്ഷേപിച്ചതിന് നിങ്ങൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങൾ ഇന്നെടുത്ത നിലപാട് എന്താ? മുഹമ്മദ് റിയാസിനെ വേദിയിൽ ക്ഷണിക്കേണ്ടതായിരുന്നു, MP-മാരെ മറ്റ് ജനപ്രതിനിധികളൊക്കെ ക്ഷണിക്കേണ്ടതായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ PWD വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും താങ്കൾ കോൺഗ്രസിനെയാണ് കുറ്റം പറഞ്ഞത്. താങ്കൾക്ക് ഇപ്പോഴും നരേന്ദ്രമോദിയെ കുറ്റം പറയാനായിട്ട് ശേഷി വന്നിട്ടില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉദ്ഘാടനത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസും മറ്റ് സംവിധാനങ്ങളൊക്കെ പരാജയമല്ലേ? നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടും എന്താണ് മുഹമ്മദ് റിയാസിന്റെ പേരില്ലാത്ത കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്? എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അറിയിപ്പ് കിട്ടിയതെന്ന്, നേരത്തെ അറിഞ്ഞില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണ്ടേ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഇന്ന് മുഹമ്മദ് റിയാസിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണോ എന്നുള്ളത് സംശയമാണ്. അതിനപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ മറന്നുപോയ പിണറായി വിജയൻ സർക്കാരിന് BJP കൊടുത്ത പ്രത്യുപകാരമാണെന്ന് ആളുകൾ പറഞ്ഞ കുറ്റം പറയാൻ പറ്റുമോ? മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ കുമ്മനം രാജശേഖരൻ ഒളിച്ചു കടന്ന് കയറിയിരുന്നപ്പോൾ അതിന്റെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ മറന്നുപോയതിന്റെ പ്രത്യുപകാരം BJP തന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സങ്കടം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, BJPയുടെ നേതൃത്വം ഇന്ന് ചെയ്തത് ശരിയല്ല. കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്തത് തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ MP-മാർ ഉൾപ്പെടെയുള്ള എലക്ടഡ് ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. അതിന് പകരം മാരാർജി ഭവനിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്നിരുന്നിട്ടല്ല വികസനത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടത്. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെക്കാളും കേരളത്തിന്റെ ജനപ്രതിനിധികളെക്കാളും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെക്കാളും തട്ട് എന്തായാലും അവരുടെ തട്ടാണ് താന്നിരിക്കുക. രാജീവ് ചന്ദ്രശേഖരൻ തട്ടല്ല. തിരികെ എത്താൻ ഇവിടെ വളരെ ശേഷം പ്രകാശ് മാസ്റ്റർ, ജിൻഡോ കൊച്ചി മെട്രോ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി ഓർക്കായിരുന്നു. കൊച്ചി മെട്രോയിൽ എന്തുകൊണ്ടും വിളിക്കേണ്ട ഒരു പേരായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ആ ഉദ്ഘാടന പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉദ്ഘാടനത്തിൽ, വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നവർ, ഒഴിവാക്കുന്നവർ BJP-ക്കാർ മാത്രമാണോ ശ്രീ പ്രകാശ് മാസ്റ്റർ? ഇതിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. വികസനം രാഷ്ട്രീയാതീതമായി എല്ലാവരുടെയും പിന്തുണ ആവശ്യമുള്ള ഒന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം, ഒരു വികസന കാര്യങ്ങളിലും ഈ കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായി അതിനെ സഹായിക്കാൻ UDF നിന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ജിൻഡോ ജോണിൻ്റെ കാര്യങ്ങൾ സത്യം കേൾക്കുമ്പോൾ കെറിവുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ NH-നോട് കാണിച്ചിരിക്കുന്ന അന്യായം 25% സംഖ്യ മറ്റൊരു സ്റ്റേറ്റിനോട് ചോദിക്കാത്ത രൂപത്തിൽ കേരളത്തോട് ചോദിച്ചത്, ഈ കേരളത്തിലെ MP-മാർ ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞോ? UDFിൻ്റെ ആളുകൾ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആ സംഖ്യ, ഈ കേരളത്തിലെ കടമെടുക്കാനുള്ള സംഖ്യ ഇത് വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നഷ്ടം 11,000-ലേറെ കോടിയാണ്. എന്തെങ്കിലും കാര്യം എതിരായിട്ട് പറയാൻ വേണ്ടി വന്നോ? ഇവിടെ ഇതിനെ തടസ്സപ്പെടുത്താൻ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന കാഴ്ച കേരളം മറന്നിട്ടില്ല. ഇപ്പോൾ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്ന് ഈ പറയുന്ന പദ്ധതി നടപ്പാവില്ല എന്ന് പ്രഖ്യാപിച്ചവരാരാ? അതിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയുണ്ട്, ഇന്നിപ്പോൾ പങ്കെടുത്ത സുരേഷ് ഗോപിയുണ്ട്, അതിനകത്ത് VM സുധീരനുണ്ട്. അവിടെ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് കീഴാറ്റൂരിൽ വെച്ച് പ്രതിജ്ഞ എടുത്തവർ ഇവരെല്ലാവരും രണ്ടുപേരും ചേർന്നല്ലേ? അപ്പോൾ സത്യം അതിപ്പോൾ കേൾക്കുമ്പോൾ അതിനെ വലിയ കുറ്റം. ഇപ്പം സ്വീകരിച്ച നിലപാട് തീർച്ചയായിട്ടും നല്ല നിലപാട്. പക്ഷേ അവർക്ക് ധൈര്യമുണ്ടാവുന്നത് ഇവിടെ UDF സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ജിൻഡോ ജോൺ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരുടെ പിന്തുണ കൊണ്ടാണ് ഇത്തരം നിലപാട് അവർക്ക് എടുക്കാൻ വേണ്ടി കഴിയുന്നത്, ഈ നിലപാട് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ചെയ്യേണ്ട കാര്യം എന്താ? കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ഉപരിതല വകുപ്പ് കേരള പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കഷൻ നടത്തും. അവർ ഉദ്ദേശിക്കുന്ന പരിപാടി ഇവിടെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് പരിപാടി യഥാർത്ഥ ഫൈനലൈസ് ചെയ്യും. ഉണ്ടായിട്ടുണ്ടോ?
ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തോ BJP-കാരൻ ഇവിടെ റിയാസിന് എന്തോ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഒരു ഇവിടെ BJP-കാരൻ്റെ ആരുടെയും കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിച്ചില്ല എന്നല്ല. ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന NH-ൻ്റെ വികസനത്തിൽ ഏറ്റവുമേറെ പങ്കുവഹിച്ചിരിക്കുന്ന കേരളത്തിലെ അതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപം. പൊതുമരാമത്ത് വകുപ്പായിട്ട് ഇക്കാര്യം ചർച്ചയുണ്ടല്ലേ? നേരത്തെ പേര് തീരുമാനിക്കുമ്പോൾ അവരുമായി ഡിസ്കഷൻ ഉണ്ടാവട്ടെ, എന്നിട്ടല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അംഗീകരിക്കേണ്ടത്? അതുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഓരോ മന്ത്രിമാരെയും പ്രകാശ് മാസ്റ്റർ ഇവിടെ പത്രത്തിൽ വന്ന ഈ നോട്ടീസിൽ, ഈ പത്രത്തിൽ വന്ന ഈ പരിപാടിയിൽ, അല്ല പരസ്യമാണല്ലോ, പരസ്യത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേര് ഇല്ലാതിരിക്കുകയും ഈ ശിലാഫലം NHA ആയിരിക്കുമല്ലോ ശിലാഫലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി ഇവിടെ കേരളത്തിൽ കരൂരിൽ ഇന്ന് രാവിലെ അടിച്ചുണ്ടാക്കിയ ആയിരിക്കത്തില്ലല്ലോ. ആ ഫലകത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേര് വരുന്ന മാജിക്ക് എന്താണ്? അല്ല, ഇതെന്താന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ്. ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസിയാണ്. അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയല്ലേ വേണ്ടത്. പിന്നെ അവർ ക്ഷണിക്കുന്നിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതെന്താ കേരളം എന്താ നിങ്ങളുടെ അടിമേലാച്ച് മറ്റുമാണോ? ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് അല്ലേ ഇവിടെ 6000 കോടിയോളം ഉറുപ്പിക ഇതിനുവേണ്ടി ചെലവഴിച്ചൊരു ഗവൺമെൻറ് അല്ലേ? ഈ പദ്ധതി പ്രവർത്തനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യങ്ങൾ നൽകിയ ഗവൺമെൻറ് അല്ലേ? അവലോകന യോഗം നടത്തിയിരിക്കുന്ന എല്ലാം കേരള ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പല്ലേ? അവർ വിസ്മരിക്കാൻ തോന്നുന്നതിന് പേരെയാണെന്ന് അവരല്ലേ പറയുന്നത്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചതിന് ന്യായീകരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഈ പറയുന്ന ഫലകത്തിലൊന്നുമില്ല, പിന്നെ എന്തിനു വില അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ആ പിടിച്ചിരുത്തിയിരിക്കുന്നതിന് എന്ത് ന്യായീകരണത്തിന് വിലയാ? അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു കാര്യത്തിലല്ല. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഇതെന്തോ തങ്ങളുടെ സ്വകാര്യ സ്വത്താണ് ഗവൺമെൻറ് എന്നുള്ളത് പോലെയാണ്. നിങ്ങൾക്കെന്തോ ഈ പറയുന്ന പോലെ അധികാരം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നുള്ളത് പോലെയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും അതിനല്ല ഉപയോഗിക്കുന്നത്. അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ധൈര്യം ഉണ്ടാകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ കേരളത്തിലെ UDF-ൻ്റെ പിന്നെ ആളുകൾ നൽകുന്ന പിന്തുണ കൊണ്ടാണ്. കേരളത്തിലെ ഗവൺമെൻറ് പരസ്യക്കാൻ ശ്രമിച്ചാൽ പിന്തുണ ഉണ്ടാവും UDF-ൻ്റെ. കേരളത്തിനെ ഏതെങ്കിലും നിലക്ക് അവഗണിക്കാൻ ശ്രമിച്ചാൽ പിന്തുണ ഉണ്ടാവും UDF-ൻ്റെ. കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ UDF-ന് പിന്തുണ ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ ഈ കാര്യം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് UDF-ന് ഒരു തെറ്റുമില്ല. അവർ കൈകഴുകാൻ വേണ്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ശരി, നല്ല നിലപാട് തന്നെ. പക്ഷേ അന്യായത്തെ അന്യായമായി കാണാൻ നിങ്ങൾക്ക് ആവുന്നില്ല ഒരിക്കലും. കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഈ കൊടിയ അന്യായങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുണ്ട്. അതിനെതിരായി സംസാരിക്കാൻ നിങ്ങൾക്ക് നാവ് പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ എന്തോ BJP-കാരും CPM-കാരും യോജിപ്പാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കേരളത്തിൽ ഈ അന്യായങ്ങൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ എന്താ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ മന്ത്രിമാരെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പോയില്ലേ? യാത്ര നടത്തിയില്ലേ? പൊളിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ഏർപ്പാട്? ഡൽഹിയിൽ പോയി നിങ്ങൾ സമരം നടത്തിയില്ലേ? പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറായോ? അപ്പോൾ നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ അന്യായത്തിന്റെ ഈ കേരളത്തിൽ നടത്താൻ BJP-ക്ക് ധൈര്യം ഉണ്ടാവുന്നത്. നിങ്ങൾ കാണണം. എന്തായാലും ഈ ശിലാഫലകം ഇന്ന് രാവിലെ അപ്പഞ്ചുട്ടെടുക്കുന്ന സാധനമല്ല. അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് നേരത്തെ തന്നെ തയ്യാറാക്കുന്ന ശിലാഫലകമാണ്. ആ ശിലാഫലകത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേരുണ്ടാവുകയും ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേരില്ലാതിരിക്കുകയും ചെയ്താൽ ഒറ്റ അർത്ഥത്തിനുള്ളൂ, അവസാന നിമിഷം വെട്ടിമാറ്റിയതാണ്. എന്താണ് ആ തീരുമാനത്തിന് കാരണം എന്നതേ അറിയേണ്ടതുള്ളൂ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ VS ഇവിടെ റിയാസിനെ വെട്ടി അവിടെ നിങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഉപവിഷ്ടരാക്കി നിങ്ങൾ രാഷ്ട്രീയം കളിച്ചെങ്കിൽ രാഷ്ട്രീയം അറിയാത്ത മൊണ്ണയൊന്നുമല്ലോ റിയാസ്. നന്നായി രാഷ്ട്രീയം കളിച്ചു. അവിടെ ഇറങ്ങി റോഡ് ഷോ നടത്തി. കേരളം ചെയ്ത കാര്യങ്ങൾ എണ്ണി ഓരോന്നോരോന്നായി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ദിവസത്തെ രാഷ്ട്രീയ ലൂസർ ആരാണ്? ഈ ദിവസത്തെ രാഷ്ട്രീയ വിജയി ആരാണ്? ശ്രീ VS യഥാർത്ഥത്തിൽ ഹാഷ്മി, ഇവിടെ CPM-ൻ്റെ പ്രതിനിധി എന്തൊക്കെയോ റിയാസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം 6000 കോടി രൂപ മുടക്കിയതിനെ പറ്റിയും പറയുന്നുണ്ട്. ഡിസംബർ 2025 വരെയുള്ള കണക്ക് പ്രകാരം നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയിട്ടുള്ളത് 67,000 കോടി രൂപയാണ്. 20,000 കോടി രൂപ സ്ഥലമേറ്റെടുക്കലിനും 47,000 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 2025 ഡിസംബർ വരെ. 6000 കോടിയാണോ വലുത് 67,000 കോടിയാണോ വലുതെന്ന് CPM-കാരൻ തീരുമാനിക്കട്ടെ. ഇനി മുഹമ്മദ് റിയാസിൻ്റെ പങ്കിനെ പറ്റി അങ്ങ് ചോദിച്ചു. ആ മുതൽ ഇക്ഷ വരെ ബന്ധമില്ലല്ലോ. നിർമ്മാണത്തിൽ അപാകതയുണ്ടായപ്പോഴല്ലെങ്കിൽ പൊളിഞ്ഞു വീണ സമയത്ത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല NHA എന്ന് പറഞ്ഞ സൗണ്ട് ക്ലിപ്പ് ഞാനിവിടെ കേൾപ്പിച്ചല്ലോ. അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥലം ഏറ്റെടുക്കുന്നതിനും മറ്റുമൊക്കെ മുഹമ്മദ് റിയാസ് നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. NHA ആക്ട് 1956 പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് സ്പെഷ്യൽ ലാൻഡ് അക്വിസിഷൻ ഓഫീസറാണ്. അദ്ദേഹം ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. ജില്ലാ കളക്ടർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ വേദിയിലിരിക്കാൻ മുഹമ്മദ് റിയാസിനേക്കാൾ അർഹതയുള്ളത് റവന്യൂ മന്ത്രിക്കാണ്. അപ്പോൾ അത് CPI-യുടെ മന്ത്രിയായിട്ടായിരിക്കും. രാജനെ മന്ത്രിസഭ വേദിയിലിരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒന്നും CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്. അപ്പോൾ ഇവിടെ ഒരു ചീപ്പ് പൊളിറ്റിക്കൽ ഷോയ്ക്ക് ശ്രമം നടത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്.
നരേന്ദ്രമോദിയുടെ ചെലവിൽ ചില റീൽസും ഒക്കെ ഇട്ട് ചില ഷോയൊക്കെ കാണിച്ച് തെക്കോടൊക്കെ നടന്നതൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം കരുതി, അത് നടന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കാൻ അർഹൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ അർഹമുള്ളവർ. അതുകൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ വലിയ സംഭവം ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ അതിനൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഹാഷ്മി. ഞാൻ മറ്റൊരു കാര്യം പറയാം. നാളെ കോഴിക്കോട് ഒരു മിനിറ്റ് ഹാഷ്മി, ആ ഇച്ഛാശക്തിയുടെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലെ പൊതുമരാമത്ത് മന്ത്രിയാണ് റിയാസ്. തെക്കോടൊക്കെ നടക്കണോ റിയാസ് ചെയ്ത്? അല്ല ഹാഷ്മി, സംഭവിച്ചല്ലാന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഹാഷ്മിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഹാഷ്മി തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് BJP-ക്കാരൻ എന്ത് പറഞ്ഞാൽ എതിർത്ത് ഒരു റീലിനുള്ള വക അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്? ഇപ്പൊ റീൽ ഇല്ല ഹാഷ്മി, മൊത്തം റീൽ രാഷ്ട്രീയമാണ് ഹാഷ്മി. എല്ലായിടത്തും റീലിന്റെ കളിയാണ്, എല്ലാവരും റീലിന്റെ പറയാണ്. നോക്കൂ, നാളെ കോഴിക്കോട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് 2,47,40,000 രൂപ 100% ഫണ്ട് മുടക്കി കേന്ദ്ര ഗവൺമെന്റ് പണി കഴിപ്പിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ആരാ ചെയ്തെന്നറിയോ? വീണ ജോർജ്, സംസ്ഥാന ആരോഗ്യമന്ത്രി. നാളെ ഹാഷ്മി ചർച്ച സംഘടിപ്പിക്കുമോ? എന്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചില്ല? വീണ ജോർജ് കാണിച്ചത് പൊളിറ്റിക്കൽ ലൂസാണ്, ഇവിടുത്തെ ഹീറോ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞൊരു ചർച്ച നാളെ ഹാഷ്മി സംഘടിപ്പിക്കുമോ? കേന്ദ്ര ആരോഗ്യമന്ത്രി ഡൽഹി റോഡ് ഷോ നടത്തുമോ? ഏതാ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡൽഹി റോഡ് ഷോ നടത്തുമോ? ഞങ്ങൾ ഇമാതിരി ചീപ്പ് പരിപാടി ഒന്നും കാണിക്കാറില്ല. അങ്ങനെ നടത്താനാണെങ്കിൽ എന്തെല്ലാം റോഡ് ഷോ കേരളത്തിൽ അങ്ങോളം നടത്തണമായിരുന്നു BJP. അല്ല, നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ അധ്യക്ഷനെ വിളിച്ച് വേദിയിൽ ഇരുത്തിയ ഒരു ചീപ്പ് ഷോ മറ്റൊന്നുണ്ടോ? കേന്ദ്രമന്ത്രിമാർ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒഫീഷ്യൽ പരിപാടിയിൽ നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ അധ്യക്ഷനെ വിളിച്ച് വേദിയിൽ ഇരുത്തിയതിലും വലിയൊരു ചീപ്പ് ഷോ മറ്റെന്താണ്? ചീപ്പ് ഷോ എന്ത് ഷോ? PMO തീരുമാനിച്ചു. രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കണം. അല്ല, രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്ന് വെറുതെ കരുതുന്നല്ലോ. PMOയുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. PMO തീരുമാനിച്ചു പ്രധാനമന്ത്രിയോട് ആരൊക്കെ വേദി പങ്കെടുക്കണമെന്ന് PMO തീരുമാനിച്ചു. അല്ല, പൊതുമരാമത്ത് വെട്ടി രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഇരുത്തുന്നതിൽ ചീപ്പ് ഷോ വേറെ ഉണ്ടോ? എന്ത് തെളിവ് നിങ്ങളുടെ ഉള്ളത്? ശിലാഫലകം തെളിവ് എന്ത് ശിലാഫലകം? ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കാണിച്ചോ? പ്രേക്ഷകർ കാണുന്ന ശിലാഫലകം തെളിവ് അത് പോയി NH ഉദ്യോഗസ്ഥരോട് വെച്ച് വരൂ ഹാഷ്മി. നിങ്ങളുടെ കയ്യിൽ വെട്ടിയതിന് എന്ത് തെളിവുണ്ട് ഹാഷ്മി? ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് വേദിയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ച ഇപ്പൊ അവസാനിപ്പിക്കും. നിങ്ങളുടെ കയ്യിൽ വെട്ടിയതിന് എന്താ തെളിവ്? നിങ്ങൾ കുറെ വെട്ടി ഞാൻ തെളിവാ പറയുന്നത്. എന്ത് തെളിവ്? ഞാൻ തെളിവാ പറയുന്നത്. എന്ത് തെളിവ്? പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലില്ലാത്ത ഒരാടെ പേര് ശിലാഫലകത്തിൽ NH വെക്കുവോ? ആ NH ഉദ്യോഗസ്ഥരോട് ചോദിക്കൂ ഹാഷ്മി. ഫോൺ വിളിച്ച് ചോദിക്കുക എന്തിനാ നിങ്ങൾ വെച്ചെന്ന് പേര് വെട്ടിയതിന് തെളിവ് കാണിക്കും. നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടി NH ഉദ്യോഗസ്ഥർ തോന്നിവാസം ചെയ്യുമെന്നാണ് ജിതേന്ദ് വിശ്വസിക്കണ്ടേ? CPM പ്രതിനിധിയോട് ചോദിക്കൂ ഹാഷ്മി. ജിതേന്ദ് സാക്ഷാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആരുടെയെങ്കിലും ഒക്കെ പേരെടുത്ത് ശിലാഫലകം ഉണ്ടാക്കി വെക്കുമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെയാണ് NHയുടെ പ്രവർത്തനം വിചാരിക്കുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവ ഉദ്യോഗസ്ഥരുടെ മഹാങ്ങളൊന്നും ആരും പറഞ്ഞ് പഠിപ്പിക്കല എന്റെ പൊന്നു ഹാഷ്മി. NH മൊത്തം CPM-കാരാണോ? എന്നതാ അതും പഠിപ്പിക്കല്ലേ. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാര്യത്തിന് സമീപിക്കുമ്പോൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സമീപിക്കുമ്പോൾ അവരുടെ നിലപാടും ഫോൺ എടുക്കായ്മയൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല അത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ NHയിലുള്ള CPM നേതാക്കൾ മുഹമ്മദ് റിയാസിന്റെ പേര് എഴുതി വെച്ചു. അങ്ങനെയാണോ ജിതേന്ദ്രന്റെ ആരോപണം? അത് PMO ബ്രേക്കിംഗ് വാർത്തയാ. അത് എല്ലാം ബ്രേക്കിംഗ് അല്ലേ ഹാഷ്മി? PMO അന്വേഷിക്കട്ടെ. PMO അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ആരാണ് വെച്ചതെന്നും എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അത് അവരന്വേഷിച്ചോളൂ. നമ്മുടെ വിഷയമല്ലല്ലോ ഹാഷ്മി. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് റിയാസിന്റെ പേര് ഒരു പ്രപ്പോസലായിട്ട് സ്റ്റേറ്റ് കൊടുത്തു, അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് വെട്ടി, അതിന് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അല്ലെങ്കിൽ CPM പ്രതിനിധിയുടെ കയ്യിലുണ്ടോ? അപ്പൊ അത് ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ വെട്ടി. ഞാൻ അവസാനിപ്പിച്ചേക്കാം ചർച്ച. പ്രകാശം അതിന് നേർക്കുന്ന മറുപടി ഉണ്ടോ? വെട്ടിയത് തെളിവുണ്ടോ? ഇദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്താ ധാരണ എന്ന് എനിക്കറിയില്ല. ഒരു സംസ്ഥാനത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങൾ ഇവിടുത്തെ വകുപ്പുമായിട്ട് കൂടി ചർച്ച ചെയ്യും. അതിനുശേഷമേ PMO ഓഫീസ് അംഗീകരിക്കാറുള്ളൂ. ഇത്തവണ അങ്ങനെ യാതൊരു നിലക്കുമുള്ള കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ അയച്ചു കൊടുത്തിരിക്കുന്നത് ഡയസ് പ്ലാനാണ്. ഡയസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സ്ഥലത്തുള്ള അതിൻ്റെ ഏതെല്ലാം മന്ത്രിമാരുണ്ടാവും, ആരെല്ലാമാണ് ഇവിടെ ഇരിക്കുക, അദ്ദേഹം എത്ര നേരം സംസാരിക്കും, അതല്ലേ ഡയസ് പ്ലാൻ. അല്ലാതെ ഇവിടെ ഡിസ്കഷൻ നടത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് സ്വകാര്യമായി കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും സാധനമല്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ഇന്ന് രാവിലെയാണോ? തെളിവ് കിട്ടിയോ ഹാഷ്മിക്ക്? എനിക്ക് തെളിവുണ്ട്. എന്റെ തെളിവ് എന്താണ്? ശിലാഫലകത്തിൽ പേരുണ്ട്. അതാണ് എന്റെ തെളിവ്. ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. സാറേ, ശിലാഫലകത്തിൽ പേരുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ. അതേസമയം നോട്ടീസിൽ പേരില്ല. അതാണ് എന്റെ തെളിവ്. വെട്ടിയത് അവസാന നിമിഷം വെട്ടിയതിന്റെ തെളിവ് അതാണ്. അതിൽ മേലെ തെളിവ് എന്താ വേണ്ടേ? നക്ഷത്രം പോലെ കല്ല് പോലെ നിൽക്കുക തെളിവ്. നല്ല കട്ടക്ക് കല്ല് പോലെ തെളിവ് നിൽക്കുക. അത് തെളിവ് വയ്ക്കുകയാണോ? തെളിവ് കറുത്ത കല്ലിൽ നിൽക്കുന്നു തെളിവ്. കറുത്ത കല്ലിൽ കൊത്തിയിട്ട മട്ടിൽ നല്ല നക്ഷത്രം പോലെ തെളിവ് നിൽക്കുക. വെട്ടിയതിന് തെളിവുണ്ടോ? ശിലാഫലകം വെട്ടിയപ്പോൾ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് താങ്കൾ പറയുന്ന പോലെ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? ശിലാഫലകത്തിന്റെ കഥ വിടും. താങ്കൾ പറയുന്ന പോലെ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? തെളിവ് താങ്കൾ പറയുന്ന പോലെ പേപ്പറിൽ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? തെളിവ് കറുത്ത ശിലാഫലകത്തിൽ നല്ല നക്ഷത്രം പോലെ അടക്കാ തെളിവ്.
അയ്യേ എന്തോന്ന് ഹാഷ്മി ഇത് വെട്ടിയതിന് തെളിവുണ്ടെന്ന് പറയുന്നത് നിങ്ങളല്ലേ എന്റെ ഹാഷ്മി? തെളിവ് കിടക്കാണെന്നേ. എന്തത് ശിലാഫലകത്തിൽ അത് NH ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. ഞാനാ പറയുന്നത് ശ്രീ VS അത് മാത്രമേ മറുപടി ഉള്ളൂ. ശ്രീ VS അത് മാത്രമേ മറുപടി. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ തോന്നിയ പോലെ ഇഷ്ടമുള്ളവർ പേരെഴുതി വെക്കുന്നതാണോ VS ധാരണ? അങ്ങനെ അല്ല ശ്രീ VS. പ്രകാശമാഷെ പറഞ്ഞു പൂർത്തിയാക്കൂ. ഇന്ന് രാവിലെയാണോ ഇന്ന് നമ്മൾ കേരളം അറിയുന്നത്? ചോദിക്കൂ. ഇത് സംബന്ധിച്ച് കേരളവുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആകെ കൊടുത്തിരിക്കുന്ന ക്ഷണപത്രവും ഡാഷ് പ്ലാനുമാണ്. ഡാഷ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷ ഉറപ്പാക്കാനുള്ള സംഗതിയാണ്. അതല്ലാതെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതായത് നിങ്ങൾ തറവാട് സ്വത്തൊന്നുമല്ല. ഈ റോഡ് എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഉണ്ടാവേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ ഇന്നത്തെ പൊളിറ്റിക്കൽ ഗെയിനർ ആരെ, പൊളിറ്റിക്കൽ ലൂസർ എന്ന ചോദ്യത്തിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ ഗെയിനർ സാക്ഷാൽ മന്ത്രി PM മുഹമ്മദ് റിയാസാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.